ഒരാളും ആ വാഹനത്തിന്റെ മുമ്പിലേക്ക് ആത്മഹത്യാ സ്ക്വാഡായി 136 അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഈ വാഹനം എത്തുമ്പോഴും ഒരാളും വാഹനത്തിന് മുമ്പിലേക്ക് ആത്മഹത്യാ സ്ക്വാഡായിട്ട് ചാടിയിട്ടില്ല. അപ്പോ ആത്മഹത്യാ സ്ക്വാഡായി ചാടുന്നു എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വന്നത് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ ഉപരി എല്ലാ ഇടതുപക്ഷക്കാരും ഇങ്ങനെ നിരന്തരം നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായി കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന ഒരു പ്രചരണം എന്ന് പറഞ്ഞാൽ അടി 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 എന്ന് കെ സുധാകരനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും പറഞ്ഞു എന്നതാണ്. അപ്പോ നിരന്തരമായിട്ട് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കള്ളം ആണ് ഇത്. ഇവിടെ അങ്ങ് ചോദിച്ച ചോദ്യം, എന്തിനാണ് ഇപ്പോൾ പോലീസിന് ഈ അവാർഡുകൾ കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ഇതുപോലെയുള്ള ഒരു എൻട്രിയെ കുറിച്ച് പണ്ട് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത് നമ്മുടെയൊക്കെ ജനനത്തിന് മുമ്പുള്ളതാണ്. പുന്നപ്പുറ വയലാർ വെടിവെപ്പ് നടത്തിയിട്ട് ചെന്ന പട്ടാളത്തിനും പോലീസ് സംഘത്തിനും സർ CP രാമസ്വാമി അയ്യര് വലിയ സ്വീകരണം കൊടുത്ത് അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് പട്ടും വളയും ഒക്കെ കൊടുത്തതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കാരണം പുന്നപ്പുറയിൽ ഈ നിർദോഷികളെ, നിരപരാധികളെ മുഴുവൻ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ചു കൊന്നതിന്റെ പാരിതോഷികം പ്രതിഫലമായിട്ട്. അപ്പൊ അതിന് സമാനമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ചരിത്രത്തിൽ മറ്റൊന്ന് നമ്മൾ കേൾക്കുന്നത് ജർമ്മനിയിലെ ഹിറ്റ്ലറാണ്. ഹിറ്റ്ലറുടെ ഒരു രഹസ്യ പോലീസ് സംഘമായിരുന്നു, അതിന്റെ പേര് ഗെസ്റ്റപ്പോ. അപ്പൊ ഈ ഗെസ്റ്റപ്പോ നാട് മുഴുവൻ നടക്കും. ഹിറ്റ്ലർക്കെതിരെ ആരെങ്കിലും വർത്തമാനം പറഞ്ഞാൽ അവനെ അന്നേരം തൂക്കിയെടുത്തുകൊണ്ടുവന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് ഇടിച്ച് ശരിയാക്കുക, അല്ലെങ്കിൽ അവനെ കൊല്ലുക. അവർക്ക് പ്രതിഫലമായി ഇങ്ങനെ പ്രൊമോഷൻ ഇത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഈ ഹിറ്റ്ലറുടെ ചരിത്രത്തിലും സർ CP രാമസ്വാമി അയ്യരുടെ ചരിത്രത്തിലും ഒക്കെയാണ് നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുള്ളത്. ഇപ്പോ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് ADGP MR അജിത് കുമാറാണ്. MR അജിത് കുമാറിന് ഈ ഗവൺമെന്റ് പോകുന്നതിന് മുമ്പ് ബാക്കി സീനിയർമാരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോലീസ് മേധാവിയാകാനുള്ള ഒരു വ്യഗ്രതയിലാണ് അദ്ദേഹം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് കൃത്യം വേണമെങ്കിലും അദ്ദേഹം ഈ പോലീസിൽ CPM-ന് വേണ്ടി ഏത് തരത്തിലുള്ള വിടുപണി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ് നമുക്ക് പൊതുവായിട്ട് കാണാൻ കഴിയുന്നത്. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സുരേഷ് ബാബു സാറിനെ പോലുള്ള ആളുകൾ വന്ന് ഒരു ചാനൽ ചർച്ചയിൽ പറയുമ്പോൾ എന്ത് കാരണത്താൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര്, അത് എത്രയോ ഭീകരമായ മർദ്ദനമാണ്. നമ്മൾ കല്യാശ്ശേരി പുതിയങ്ങാടി മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ് വരെ ഈ പോലീസിനോടൊപ്പം ചേർന്നുകൊണ്ട് CPM-ന്റെ ഗസ്റ്റപ്പോയ്ക്ക് തുല്യമായി മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ മുമ്പിലും പുറകിലുമായി 2 വാനിൽ ഈ ക്രിമിനലുകൾ സഞ്ചരിക്കുകയാണ്. അവര് ആയുധമേന്തിയ ആളുകളാണ്. അത് കുറെ പേര് നവകേരള സദസ്സ് എന്ന ബനിയൻ ധരിച്ചിരിക്കുന്നു. അവരുടെ ഉയരമൊക്കെ നമ്മൾ കണ്ടതാണ്. 6 അടിക്ക് മുകളിൽ ഉയരമുള്ള ആളുകളാണ്, തടിമാടന്മാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മർദ്ദിക്കുന്നതിന് വേണ്ടി കൃത്യമായി തെരഞ്ഞെടുത്ത ആളുകൾ. അതുകൂടാതെ സഫാരി സൂട്ട് ധരിച്ച ആളുകൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ. ആ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാര് അവരെക്കാൾ നീളമുള്ള മുട്ടൻ വടിയുമായി, അത് ഇരുമ്പ് ദണ്ടാണോ ചൂരലാണോ മറ്റേത് രീതി കാപ്പിയുടെ ആണോ എന്നൊന്നും അറിയത്തില്ല. ഏതായാലും അവരൊക്കെ ഇറങ്ങിയിട്ട് 1-2 ആളുകൾ, ഒരു കരിങ്കൊടി കാണിക്കുന്നവൻ 2-3 ആളുകൾ അവരെ പോലീസ് കീഴ്പ്പെടുത്തി നിൽക്കുമ്പോഴും അവരുടെ ശിരസിന് അടിച്ച് എന്ന് പറഞ്ഞാൽ കൊല്ലാൻ തക്ക രീതിയിൽ, പര്യാപ്തമായ രീതിയിൽ അവരെ മർദ്ദിക്കുകയാണ്. വാഹനം കയറി ഒരുത്തൻ റോഡിൽ കിടന്ന് അവന്റെ കാലിന്റെ കുളങ്ങ തെറ്റി ഒരു വണ്ടി കയറി അവനെ വന്ന് ഇരുമ്പ് ദണ്ടിന് അവന്റെ ശരീരത്തെ മർദ്ദിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മർദ്ദനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ആളുകൾക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുമ്പോൾ ഒരാൾക്ക് കൂടി നിങ്ങൾ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം. അത് മറ്റാരുമല്ല, വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരി പോലീസുകാരിയുടെ 6 വയസ്സുകാരി കുഞ്ഞിനെ കശാപ്പ് ചെയ്ത്, ബലാത്കാരം ചെയ്ത് കശാപ്പ് ചെയ്ത് കൊന്ന സഖാവിനെ രക്ഷിക്കുവാൻ വേണ്ടി ആ കേസ് എഴുതിയ TD സുനിൽ എന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടർക്ക് കൂടി നിങ്ങൾ ഗുഡ് സർവീസ് എൻട്രി ഈ ഒപ്പം കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഒരു സഖാവിനെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴയ ഒരു വാക്കുണ്ട്, ഉളി പോലെ ഊരിയെടുക്കുക. ഒരു പരിക്കും കൂടാതെ അവനെ ഊരിയെടുത്ത ആ സുനിലിന് കൂടി ഈ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഈ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ മനുഷ്യന്റെ സാമാന്യ യുക്തിയെയും നീതിബോധത്തെയും ഒക്കെ പരിഹസിക്കുന്ന രീതിയിലല്ലേ ഇവിടെ പ്രളയം ഉണ്ടായപ്പോൾ ആ പ്രളയഘട്ടത്തില് സ്തുത്യർഹമായ സേവനം ചെയ്ത എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്ക് കൊടുക്കണ്ടേ? ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ കണ്ടു കൊല്ലത്ത് ഓയൂരിലൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ്. ആ കേസ് അന്വേഷിക്കാൻ തമിഴ്നാട്ടിൽ പോയി എന്താ പറഞ്ഞ വലിയ അന്വേഷണങ്ങൾ നടത്തി. അതിനു മുമ്പ് തന്നെ ഇവിടെ കിട്ടി എന്നുള്ളതാണ്. പക്ഷെ ആ സേവനത്തിനൊക്കെ മുന്നിട്ടിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ആളുകളെ തല്ലാനും ആളുകളെ കൊല്ലാനുമായി നിയോഗിച്ചിരിക്കുന്ന സംഘത്തോടൊപ്പം നിന്നുകൊണ്ട് വെറും മർദ്ദക വീരന്മാരായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് ഗുഡ് എൻട്രി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾക്ക് എന്തുമാകാം. പക്ഷേ ആ സന്ദേശം നൽകുമ്പോൾ
കേരളത്തിൽ മറ്റൊരു കാര്യം കൂടി ഉമേഷെ സംഭവിക്കുന്നു. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നലെ പത്തനംതിട്ടയിലുള്ള മൗണ്ട് സിയോൺ എന്ന് പറയുന്ന ഒരു ലോ കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ SFI നേതാക്കള് മർദ്ദിച്ചു. അവരുടെ മൂക്കിന്റെ പാലം ഒടിഞ്ഞു. അവര് ആശുപത്രിയിൽ അഡ്മിറ്റായി, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് കേസ് എടുക്കുന്നില്ല. 4 ദിവസത്തോളം അവിടെ ആശുപത്രിയിൽ കാത്തുകിടന്നു ശ്രീ സേനാപതി വേണു പോലീസ് വരാൻ വേണ്ടി. എന്നാൽ മറിച്ച് SFI ആ കുട്ടിക്കെതിരെ കൊടുത്ത പരാതിയിൽ വളരെ വേഗം പോലീസ് കേസെടുക്കുകയും ഞാൻ പറഞ്ഞത്. SFI ആ കുട്ടിക്കെതിരെ കൊടുത്ത പരാതിയിൽ അവര് എന്താ പറഞ്ഞ ശരവേഗത്തിൽ 1 അല്ല 2 കേസാണ്. ഇത് SFIയുടെ സ്ഥിരം ഒരു പരിപാടിയാണ്. കേരളത്തിലെ ഏത് കലാലയത്തിലും SFIക്കാർ ആരെയെങ്കിലും മർദ്ദിച്ചു കഴിഞ്ഞാൽ മർദ്ദിച്ച് പരിക്കേറ്റവൻ ആശുപത്രിയിൽ കിടക്കുമ്പോഴേക്കും SFIക്കാര് വേറൊരാളെ കൊണ്ടുവരികയാണ്. ഒരു SC ST വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കുകയാണ്. ഞങ്ങളെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു. ഞാനിത് ഇടുക്കിയിൽ പല കലാലയങ്ങളിലും ഇത് കണ്ടിട്ടുള്ളതാണ്. അതിനുവേണ്ടിയൊക്കെ ആളുകൾ SFIക്കാർക്കുണ്ട്. അവരെ കൊടുക്കുകയാണ്. അന്നേരം തന്നെ DYSP വിളിക്കുകയാണ്. നിങ്ങൾക്കെതിരെ, നിങ്ങൾ മർദ്ദനമേറ്റ ആശുപത്രിയിൽ കിടക്കുന്ന ആളോടാണ് പറഞ്ഞത്, നിങ്ങൾക്കെതിരെ SC ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം DYSP അന്വേഷിക്കുന്ന കേസാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഒരുമാതിരി കുട്ടികളൊക്കെ അടി കൊണ്ടവൻ ഈ കൈയും കാലും ഒടിഞ്ഞാലും വേണ്ടില്ല, ഇനി DYSP അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ച് അവര് ആശുപത്രി തന്നെ വിട്ടുപോകും. പക്ഷെ ഈ പെൺകുട്ടി അങ്ങനെയല്ല. ഇവര് അസാമാന്യമായ ഉള്ളത് കൊണ്ട് അവരതിനെ പ്രതിരോധിച്ച് ഇപ്പൊ ഏതായാലും ആ സത്യം പുറത്തു വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ പോലീസിനെ ദുരുപയോഗം ചെയ്ത ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ പോലീസ് സംവിധാനം തന്നെ തകർന്നു പോയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ?